ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജനനത്തിൽ അള്ളാന്റെ റസൂലിന്റെ ജനനത്തിൽ സന്തോഷിക്കുന്നത് കൂലിയുണ്ടോ? ഉണ്ട്. എവിടെയുള്ളത്? പ്രമാണബദ്ധമാണോ? പ്രമാണബദ്ധമാണ്. ഏത് കിതാബിലാ ഉള്ളത്? സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഏതാ ഈ ബുഖാരി? അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാ സ്വഹീഹുൽ ബുഖാരി. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകത്തിന്റെ അവലംബവും പ്രമാണവും ബുഖാരിയാണ്. അങ്ങനത്തെ ബുഖാരിയിലുണ്ട് നബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കുന്നത് കൂലി കിട്ടുന്ന കാര്യമാണ്. എവിടെയുള്ളത്? കിതാബുൻ നിക്കാഹ് എന്ന നിക്കാഹിന്റെ അധ്യായത്തിലുണ്ട്. എത്രാം നമ്പർ ഹദീസിലാണ്? 5101 ഹദീസ്. സ്വഹീഹുൽ ബുഖാരിയിലെ 5101 നമ്പർ ഹദീസ്. എന്താണ് ആ ഹദീസിലുള്ളത്? നബി തങ്ങളുടെ മൂത്താപ്പണ്ടല്ലോ ദുഷ്ടനായ അബൂലഹബ്, ശല്യക്കാരനൻ, കൊടിയ മുശ്രിക്ക്, അള്ളാന്റെ റസൂലിനെ ഉപദ്രവിച്ച ദുഷ്ടൻ അബൂലഹബ്. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം മുഴുവൻ ആ ദുഷ്ടനെ ശകാരിക്കാനും ആക്ഷേപിക്കാനും അയാളുടെ കുടുംബത്തെ വിമർശിക്കാനും വേണ്ടിയാണ് അള്ളാഹു അവതരിപ്പിച്ചത് സൂറത്ത് തബ്ബത്ത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത്ത ലഹബ്. പിന്നെ അവന്റെ ഫാമിലിയെ കുറിച്ച് ഒരു അധ്യായം മുഴുവൻ ആ ദുഷ്ടനെ വിമർശിക്കാൻ അള്ളാഹു ഇറക്കി. ഈ ചങ്ങാതി നരകത്ത് തന്നെ, തർക്കല്ല, ഉറപ്പ, ഖുർആന്റെ നസ്സാണ്. പക്ഷേ ഈ ചങ്ങാതിക്ക് എല്ലാ തിങ്കളാഴ്ചകളിലും നരകത്തിൽ വെച്ച് ശുദ്ധമായ പാനീയം കുടിക്കാൻ കിട്ടും. എവിടേതുള്ളത്? ബുഖാരിയിൽ. എന്താ കാരണം? ബുഖാരി ഇമാം രേഖപ്പെടുത്തുന്നു, സുവൈബത്തുൽ അസ്ലമിയ എന്ന് പേരുള്ള ഭൃത്യപ്പെണ്ണ്, അടിമപ്പെണ്ണ് അബൂലഹബിന്റെ ദാസിപ്പെണ്ണാണ്. ഈ ദാസിപ്പെണ്ണ് യജമാനനായ അബൂലഹബിനോട് വന്ന് പറഞ്ഞു, യജമാനനെ, യാ സയ്യിദി, എന്റെ യജമാനനെ, നിങ്ങളുടെ മരിച്ചുപോയ സഹോദരൻ അബ്ദുള്ളക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. നബിയാണെന്നൊന്നും അറിയില്ല ചങ്ങാതിക്ക്. അപ്പോൾ ആർക്കും അറിയില്ലല്ലോ അല്ലേ? ഈ വാർത്ത കേട്ടപ്പോ സന്തോഷം കൊണ്ട്, തന്റെ സഹോദരൻ അബ്ദുള്ളക്ക് ആൺകുട്ടി ഉണ്ടായോ, സന്തോഷം കൊണ്ട് പറഞ്ഞുപോയി, അന്തിത്വ അലിഖത്തുൻ, നീ സ്വതന്ത്രയാൻ, ഇനി എന്റെ കീഴിൽ അടിമയായി നിൽക്കേണ്ടതില്ല, സ്വതന്ത്രയാണ് നീ. മോചിപ്പിച്ചു കളഞ്ഞു അബൂലഹബ്. ഈ ഒരു പുണ്യം കാരണത്താൽ നരകത്തിൽ ശാശ്വതമായി പാർക്കുന്ന അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചകളിലും നരകത്തിൽ വെച്ച് തന്നെ ശുദ്ധമായ പാനീയം ലഭിക്കുമെന്ന് ഇമാം ബുഖാരി. ബുഖാരിയിലും ചില ഹദീസുകൾ, കെട്ടുകഥകൾ ഉണ്ട്. ഖുർആനിലെ ആയത്തുകളും ചിലത് നിരൂപിക്കേണ്ടതായിട്ടു ഉണ്ട്. ആയിക്കോട്ടെ, യുക്തിവാദികൾക്ക് എന്തും പറയാമല്ലോ. ഇന്ത്യ രാജ്യമാണ്, സ്വാതന്ത്ര്യമുണ്ട്, പറയാം. ഈ ഒരു പൊട്ടക്കിനാവിന്റെ കഥയാണ് ആ പറഞ്ഞത്. പൊന്നാര ചങ്ങാതിമാരെ, പൊട്ടക്കിനാവ് എന്ന് പറഞ്ഞ് യാഥാർത്ഥ്യങ്ങളെ തള്ളിയാൽ പള്ളിയിൽ വാങ്ക് കൊടുക്കാൻ പറ്റുമോ? ഈ വാങ്ക് കിനാവിലൂടെ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവ് കണ്ടതല്ല, സഹാബത്ത് കിനാവ് കണ്ടതാ. ഒരു സഹാബി കിനാവ് കണ്ടിട്ട് സ്വപ്നം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിസ്കാരത്തിന് ആളെ കൂട്ടുന്നതിലൊരു ചർച്ച വന്നു, ഒരു ഡിസ്കഷൻ വന്നു, ചെണ്ട കൊട്ടാം, വെടിപൊട്ടിക്കാം, പല ചർച്ചയും വന്നു. ഈ ചർച്ച ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് ഒരു സഹാബി കിനാവ് കാണുന്നത്. വാങ്കിന്റെ വചനങ്ങൾ തിരുസവിധത്തിൽ വന്ന് പറഞ്ഞു, കണ്ട കിനാവ് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ഇന്നു തൊട്ടത് തന്നെ സ്ഥാപിക്കണം. മദീന പള്ളിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നിയമിച്ചു വാങ്ക് വിളിക്കാൻ. സ്വപ്നാണ് അടിസ്ഥാനം. ബലിപെരുന്നാളിന്റെ അടിസ്ഥാനം സ്വപ്നമാണ്. ഉദുഹിയ്യത്തിന്റെ അടിസ്ഥാനം സ്വപ്നമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേ. അവിവേകം കൊണ്ട്, അജ്ഞത കൊണ്ട് പറഞ്ഞ് ദീനിൽ നിന്ന് പോലും ഔട്ടാകുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. ഇവിടെ കൂടുതൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതൊക്കെ ശരി തന്നെ മൗലവി, പള്ളിയിൽ വെച്ച് എന്തിനാ ഇതൊക്കെ? അതൊക്കെ വീട്ടിലൊക്കെ ആയിക്കോട്ടെ, സ്റ്റേജുമേലൊക്കെ, പള്ളിയിൽ വെച്ച് ഇത് ചെയ്യാവോ? അള്ളാന്റെ റസൂലിന്റെ അവദാനങ്ങൾ, പ്രകീർത്തനങ്ങൾ പള്ളിയിൽ വെച്ച് അതിന് വല്ല തെളിവുണ്ടോ? തെളിവുണ്ട്. എവിടെ തെളിവുള്ളത്? സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ തെളിവുണ്ട്. തെളിവുണ്ട് എന്ന് മാത്രല്ല, മൗലൂദ് ഓതാനായിട്ട് മദീനത്തെ പള്ളിയിൽ ഒരു സ്റ്റേജ് ഉണ്ടാക്കി. അടച്ചോനെ, ഇന്ത്യ രാജ്യത്ത് ഒരു ദിവസം കടകൾ അടച്ചിട്ട് ആ റസൂലിനൊന്ന് പരിചയപ്പെടുത്താൻ ഒരു സുവർണാവസരം കിട്ടുമ്പോ അത് വേണ്ടാന്ന് പറയുന്നത് എന്തിനാ? ന്യായമായ ചോദ്യം. അത് വേണ്ടാന്ന് പറയുന്നത് എന്തിനാ? നമുക്ക് ദഅവത്ത് നടത്താൻ, ഇസ്ലാം പ്രബോധനം ചെയ്യാനുള്ള ഒരു സുവർണാവസരല്ലേ?
ഇങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ ഇല്ല എന്ന് പറയുന്ന ആളുകളും സംഘടനയുടെ വാർഷികം കൊണ്ടാടുന്നുണ്ട്. എല്ലാ സംഘടനക്കാരും 100-ാം വാർഷികം, 90-ാം വാർഷികം, 70-ാം വാർഷിക മഹാസമ്മേളനം അല്ലെ. നബി തങ്ങള് ദഅവത്ത് തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കൊല്ലം, ഞാൻ ദഅവത്ത് തുടങ്ങിയ ഹിറാ ഗുഹയിൽ നിന്ന് വഹയി കിട്ടി തുടങ്ങിയേണ്ട വാർഷിക എന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കൊല്ലം വാർഷിക സമ്മേളനം നടത്തിയിട്ടുണ്ടോ? ഒരു ലഈഫായ ഹദീസിൽ പോലും കാണുന്നുണ്ടോ? ഇല്ല. നബി വാർഷിക സമ്മേളനം നടത്തിയിട്ടേ ഇല്ല. എന്നാൽ ഇവരൊക്കെ നടത്തുന്നുണ്ട്, എല്ലാരും നടത്തുന്നുണ്ട്. എന്തിനാ? ദഅവത്തിന് വേണ്ടിയിട്ട്. അപ്പോ സംഘടന പിറന്നതിന്റെ വാർഷികം ആഘോഷിക്കാം, വാർഷികം കൊണ്ടാടാം, സമ്മേളനമാക്കാം. നബി ജനിച്ചതിന്റെ വാർഷികം പാടില്ല. രണ്ടും ചേർത്തി വായിച്ചാൽ ഞങ്ങൾക്ക് നബിയേക്കാൾ വലുത് ഞങ്ങളെ സംഘടനയാണ് എന്ന് വരൂലേ? ന്യായമായും അല്ലേ? അപ്പൊ എന്താകട്ടെ, നബി ദിനം എന്ന് പറയുന്നത് അത് സംഗതി അതിന്റെ രൂപത്തിലും ഭാവത്തിലൊക്കെ നൂതനമായ ചില ശൈലികളും പ്രകടനങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂട്ടത്തിൽ ചില അനാചാരങ്ങളും നമ്മുടെ ഉമ്മത്തി ഈമാൻ ഓവറായി കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിലും അത് പറയാതിരിക്കാൻ വയ്യ. റോഡൊക്കെ ബ്ലോക്ക് ആക്കിയിട്ട് മുഹമ്മദ് സിന്ദാബാദ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ഈമാനൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അതൊക്കെ മാറ്റി വെക്കുക. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോ ചളി കളഞ്ഞാ മതി, ആ വെള്ളത്തിലൂടെ കുഞ്ഞിനും കൂടി ഒഴുക്കി കളയരുത്. ചളി പോയാൽ മതി കുഞ്ഞിന്റെ മേലെന്ന്. അനാചാരങ്ങളെ മാറ്റിവെക്കുക, നന്മകളെ നമ്മൾ പിടിച്ചു വെക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. റബീഉൽ അവ്വൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം വരികയാണെങ്കിൽ അതൊരു കുറ്റമായി കാണേണ്ടതില്ല. പ്രമാണബദ്ധമായി നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ്സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ആകാശഭൂമികളെ സംവിധാനിച്ച അന്ന് തൊട്ടേ അള്ളാഹുവിന്റെ അടുക്കൽ മാസത്തിന്റെ എണ്ണം 12 തന്നെ ആയിരുന്നു. അത് അടുത്ത കാലത്ത് തുടങ്ങിയൊന്നല്ല. ഒരു വർഷത്തിലെ മാസങ്ങൾ 12 എന്നത് അള്ളാഹു ആകാശഭൂമികളെ സംവിധാനിക്കുന്ന അന്നേ അങ്ങനെ ആയിരുന്നു. അള്ളാന്റെ അടുക്കൽ കണക്ക് 12 മാസം തന്നെയാണ്. ആ 12 മാസങ്ങളിൽ മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ അത്രേ. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ്. ഈ 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാണ്. എന്നിട്ട് അല്ലാഹു ഈ 12 മാസവും യുദ്ധം നിഷിദ്ധമായ മാസങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ആയത്ത് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ഇങ്ങനെയാണ്: വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അറിയണേ തീർച്ച അല്ലാഹു മുത്തഖികളുടെ കൂടെയാണ്, തഖ്വയുള്ള ആളുകളുടെ കൂടെയാണ് അല്ലാഹ് ഉണ്ടാവുക. മാസത്തിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ മാസവും അള്ളാന്റെ ഷിയാറായിട്ട് വരും എന്ന് വളരെ വ്യക്തം. 12 മാസം കണക്കാക്കി തന്നു ഹിജറ വർഷത്തില്. ഈ 12 മാസത്തിന്റെ നാമകരണം, പേര് വന്നത് വഹയിന്റെ വെളിച്ചത്തിലാണ്, അള്ളാഹുവിൽ നിന്ന് കിട്ടിയ പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടക്കം കുറിച്ച വർഷമാണ് ഹിജറ വർഷം അല്ലെ? മുസ്ലിങ്ങളുടെ കലണ്ടറാണല്ലത്. നബി തങ്ങൾ ഹിജറയുമായി ബന്ധപ്പെടുത്തി സ്റ്റാർട്ട് ചെയ്ത ഒരു വർഷമാണ് ഹിജറ വർഷം. അതിന്റെ കണക്ക് 12 ആണ്. അള്ളാഹുവിന്റെ കിതാബിൽ അങ്ങനെയാണുള്ളത്, അള്ളാഹുവിന്റെ അടുക്കൽ. ആ 12 മാസങ്ങൾക്കും പേരിട്ടതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേര് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, പേര് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. സൂറത്തുൻ നജ്മിൽ അല്ലാഹ് പറഞ്ഞില്ലേ, തന്നിഷ്ടപ്രകാരം തന്റെ വ്യക്തിപരമായ താല്പര്യത്തോടെ ഒരു വാക്കും പുണ്യതങ്ങൾ ഉരുവിടില്ല, മിണ്ടില്ല.
അള്ളാന്റെ റസൂല് തന്നിഷ്ടപ്രകാരം ഒരു വാക്കും പറയുന്ന പ്രശ്നമില്ല. ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. തമ്പുരാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മെസ്സേജുകൾ മാത്രമാണ് ഇത്. അല്ലമഹു ശദീദുൽ ഖുവാ. അതിശക്തനായ മാലാക റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തതാണിത്. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൽ നിന്ന് ലഭിച്ച സന്ദേശമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ചേർത്തി വായിച്ചാൽ അല്ലാഹു ആണ് ഈ മാസങ്ങൾക്കും പേരിട്ടത്. അതെ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ എവിടുന്നാണ്? നബുവത്തിൽ കൊണ്ടുവന്ന വഹയിന്റെ അടിസ്ഥാനത്തിൽ വന്ന പേരാണ് ഇതൊക്കെ. അതുകൊണ്ട് അള്ളാഹുവും റസൂലും പേരിടുമ്പോ നമ്മൾ പേരിടും പോലെ ആവൂലല്ലോ. നമ്മൾ പേരിടുമ്പോഴും തഫാഉലൻ ശുഭലക്ഷണായിട്ട് അബ്ദുല്ലാന്ന് പേരിടുമ്പോ എന്റെ കുഞ്ഞും മോന് അള്ളാന്റെ അബ്ദൻ ആയിക്കോട്ടെ, ആവട്ടെ എന്നൊരു പ്രാർത്ഥന ഉണ്ടാവുമല്ലോ. നമ്മൾ പേരിടുമ്പോഴും അങ്ങനെയല്ലേ ഉള്ളത്, അല്ലേ? ഒരു തുണിക്കടക്ക് പേരിട്ടു അന്നജാത്ത്, വിജയം, ഒന്ന് വിജയിച്ച് കിട്ടട്ടെ, ഈ ഇടങ്ങാറൊക്കെ ഒന്ന് തീരട്ടെ. ഇങ്ങനെ ഒരു പ്രതീക്ഷയും പ്രാർത്ഥനയും നാമകരണത്തിനുണ്ടാവുമല്ലോ നമ്മൾ പേരിടുമ്പോ പോലും, അല്ലേ? അല്ലാഹുവാണ് മാസങ്ങൾക്ക് പേരിട്ടത്. വഹീന്റെ വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചതും പരിചയപ്പെടുത്തിയതും സ്ഥിരീകരിച്ചതുമായ പേരുകളാണ് ഈ 12 മാസത്തിനും. ഇതിൽ യുക്തി ഉണ്ടാവും. അല്ലാഹു അഹ്കമുൽ ഹാക്കിമീനാണ്. യുക്തി ഉണ്ടാവില്ലേ? മുഹറം പവിത്രമായ മാസം, ദുൽഹിജ്ജ ഹജ്ജുള്ള മാസം, റമളാൻ പാപങ്ങൾ കരിക്കുന്ന മാസം, അല്ലേ? റബീഉൽ അവ്വൽ, അതിനും വേണ്ടേ ഒരർത്ഥം. എന്താണ് റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ? റബീഉ എന്ന അറബ് വാക്കിനർത്ഥം വസന്തകാലം എന്നാണ്. വസന്തകാലം. ഏതാ ഈ വസന്തകാലം? ഭൂമിയിൽ നല്ല കാലാവസ്ഥ, ആവശ്യത്തിന് മഴയും തണുപ്പുമെല്ലാം ഉണ്ട് ഭൂമിയിൽ, അന്തരീക്ഷത്തിൽ. അതിന്റെ ഫലമായി കായ്ക്കനികൾ നിറഞ്ഞു ഭൂമിയിൽ, മണ്ണിൽ പൂക്കൾ വിരിഞ്ഞു, ഭൂമി മുഴുവനും ഫലങ്ങളും പൂക്കളും കൊണ്ട് നിറഞ്ഞു, സൗന്ദര്യവും സൗരഭ്യവുമുള്ള ഒരു ഭൂമിയായി മാറുന്ന കാലമാണ് റബീഉ, വസന്തകാലം. ഭൂമി മനോഹരിയാവും, സൗരഭ്യമുള്ളവളാകും, പൂക്കളൊക്കെ വിരിഞ്ഞിട്ട്. ഈ കാലാവസ്ഥക്കാണ് റബീഉ എന്ന് പറയുന്നത്. അപ്പോ റബീഉൽ അവ്വൽ വരുമ്പോഴൊക്കെ വസന്തകാലം എന്ന് അർത്ഥം വെച്ചുകൂടാ. ചന്ദ്രവർഷത്തിലെ മാസങ്ങൾ കാലാവസ്ഥയുമായി ബന്ധിപ്പിച്ചുകൂടാ, മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. റമളാന് 2-3 വർഷം മുമ്പ് നല്ല മഴക്കാലത്തെ എന്ത് സുഖേരുതല്ലേ. നോമ്പ് തുറക്കുമ്പോ സുന്നത്തല്ലേ എന്ന് കരുതിയിട്ടാണ് പച്ചവെള്ളം കുടിച്ചത്. കാരണം ദാഹല്ലായിരുന്നു, നല്ല മഴക്കാലത്തായിരുന്നു. 15 ദിവസം ഏകദേശം ഡിഫറൻസ് ഉണ്ട്. ഇത് അറബ് മാസത്തിന് കുറവ് വരും. ഇങ്ങനെ ഇനി ഇത് കൊടും വേനലിലേക്ക്, കൊടും ചൂടിലേക്കാണ് റമളാൻ എത്താൻ പോകുന്നത്. അപ്പൊ എന്താ, കാലാവസ്ഥയുമായി ബന്ധിപ്പിക്കാൻ പറ്റൂല. എന്നും റബീഉൽ അവ്വൽ മാസം വസന്തകാലത്തായിരിക്കില്ല വരുന്നത്. കൊടും ചൂടിൽ ഭൂമി വരണ്ടുണങ്ങുന്ന നേരത്തും റബീഉൽ അവ്വൽ വരും. നേരെ മറിച്ച് മലയാള മാസം അങ്ങനെയല്ല. കുംഭം മീനം മാസം എന്നും ചൂടായിരിക്കും. കർക്കിടക മാസത്തിൽ അത്യാവശ്യം എന്ത് കിട്ടും? മഴ ഉണ്ടാവും. ഇടവപ്പാതിയിൽ മഴ തുടങ്ങും. മലയാള മാസവും കാലാവസ്ഥയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാം, അറബ് മാസവും കാലാവസ്ഥയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാൻ പറ്റൂല. നമ്മുടെ അനുഭവമല്ലേ, അറിവല്ലേ അത്. പിന്നെ എന്തേ ഈ മാസത്തിന് റബീഉൽ അവ്വൽ എന്ന് പേരിട്ടത്? അതേ, വരണ്ടുണങ്ങിയ മാനവ മക്കളുടെ മനസ്സിൽ വസന്തം വിരിച്ചുകൊണ്ട്, വസന്തം സമ്മാനിച്ചുകൊണ്ട് അല്ലാഹു ലോകത്തേക്കിറക്കിയ വസന്തമാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിനാകം കരുണയാണ്, കാരുണ്യമാണ് തങ്ങൾ. അല്ലാഹ് പറഞ്ഞല്ലോ, ലോകത്തിനാക വസന്തമാണ്. അവ്വൽ വെറു റബീഅല്ല, റബീഉൽ അവ്വൽ പ്രഥമ വസന്തം, ആദ്യത്തെ വസന്തം. അതെങ്ങനെ പേര് വന്നത്? ആദ്യത്തെ വസന്തമെന്ന്. അതെ, അവിടുന്ന് തന്നെയാണ് ആദ്യത്തെ വസന്തം. മതാ കുൻത നബിയൻ യാ റസൂലല്ലാഹ്, അങ്ങെന്നാണ് നബിയായത്? സ്വഹാബത്ത് ചോദിക്കുകയാണ്. ചോദിക്കാൻ കാരണം ഉണ്ടാവുമല്ലോ അതിന്.
മത്താ കുന്ത നബി 40-ാം വയസ്സിൽ ഹിറ ഗുഹയിൽ വെച്ച് നബുവത്ത് കിട്ടി, നബിയായി എന്നൊക്കെ അറിയുന്ന സ്വഹാബികൾ ചോദിക്കാണ് മത്താ കുന്ത നബിയൻ, അങ്ങ് എന്നാ നബിയായത് തങ്ങളെ? ഇതെന്താ ചോദിക്കാൻ കാരണം? ചോദ്യത്തിനും തന്നെ ഒരു സംശയം വരുമ്പോഴല്ലേ ചോദിക്കുക, അല്ലേ? ഈ ചോദ്യം വരാൻ കാരണം അവിടുത്തെ ചില വാക്കുകൾ അതിൽപ്പെട്ട ഒന്നാണ് മൂസാ നബിയുടെ ഐതിഹാസിക വിപ്ലവങ്ങളൊക്കെ സ്വഹാബികൾ ഒരിക്കൽ മദീന പള്ളിയിൽ വട്ടം കൂടി പറയാണ്, മൂസ ആരായിരുന്നു മൂസാ നബി? ആ ഖിബത്തിനെയൊക്കെ ഒറ്റ കുത്തിന് മയ്യത്താക്കിയ സാധന അബ്ബോ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ധീരതയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങള് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മൂസാ നബിയുടെ മൗലൂദ് ഓതുന്ന സദസ്സിന്റെ അടുത്ത് കൂടി പോയിട്ട് ഇത് കേട്ടു, നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ കലീമുല്ലയെ കുറിച്ച് പറയാണ്. റസൂൽ പറഞ്ഞു, ലൗകാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലത്തിബാഇ. സ്വഹീഹ ഹദീസ. നിങ്ങൾ ഈ വലിയ മദ്ഹൊക്കെ പറയുന്ന മൂസാ നബി ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്നുണ്ടാകുമായിരുന്നെങ്കിൽ ലമാ വസിഅഹു ഇല്ലത്തിബാഇ, എന്റെ പിന്നാലെ വരികയല്ലാതെ മൂസാ നബിക്കൊരു ഓപ്ഷൻ ഉണ്ടാവില്ല, വേറൊരു മാർഗം ഉണ്ടാവില്ല, എന്റെ പിന്നാലെ ബാഗും പിടിച്ചു വരേണ്ടി വരും. പിന്നെ പറയാ സയ്യിദുൽ മുർസലീൻ, അന സയ്യിദു വുൽദി ആദം, ആദം മക്കളുടെ നേതാവ് ഞാനാണ്, അന്ത്യനാളിലും അതെ. സ്വാഭാവികമായിട്ട് സംശയം വരൂലേ? ഇന്ന് ജീവിക്കുന്ന ഒരാൾ നേതാവാകും. ആർക്ക്? ഇന്നുള്ള ആളുകൾക്ക് നേതാവാകും. ഇനി ജനിച്ചു വരുന്ന ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് ജനിക്കുന്ന ആൾക്കും നേതാവാകാം ഇന്നുള്ള ആള്. നേരെ മറിച്ച് 100 കൊല്ലം കഴിഞ്ഞിട്ട് ജനിക്കാൻ പോകുന്ന ഒരാള് ഇന്നിന്റെ നായകനും നേതാവും ആകുന്നത് എങ്ങനെ? ചോദ്യല്ലേ, സംശയല്ലേ? ഇന്നുള്ള ആൾക്ക് ഇന്നത്തെ ലോകത്തിന് നേതൃത്വം നൽകാം, ഭാവിയിൽ വരാനിരിക്കുന്നവർക്കും നേതാവാകാം. ഇവരെ ചരിത്രമൊക്കെ പഠിച്ചിട്ട് മാതൃകയാക്കാം. ഇന്നുള്ളവർക്ക് നേതാവ് ഒരു 1500 കൊല്ലം കഴിഞ്ഞിട്ട് ജനിക്കാനിരിക്കുന്ന കുട്ടി ഇന്നുള്ള ആളുകൾക്ക് നേതാവ്. അതെങ്ങനെ? എങ്ങനെ സഹോദരൻ വന്ന് ആലോചിക്കണ്ടേ? റസൂലുള്ള സയ്യിദുൽ മുർസലീനാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. അംബിയാ മുർസലുകളുടെ അധ്യക്ഷരും നേതാവുമാണ് എന്നതിൽ തർക്കമില്ലല്ലോ. ആർക്കും, ഒരു സംഘടനക്കാർക്കും തർക്കമില്ലല്ലോ. എങ്ങനെ നേതാവായി? സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവൂലേ? ചോദിച്ചു, മത്താ കുന്ത നബിയൻ, അങ്ങെന്നാ നബിയായത്? കുന്തു നബിയൻ വല്ലാദമു ബൈനൽ മാഇ വത്തീൻ, ആദം മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിൽ കിടക്കുന്ന കാലത്തെ ഞാൻ നബിയാണ്. എന്ന് വെച്ചാൽ ആദം പടക്കപ്പെടുന്നതിന്റെ മുമ്പേ. കുന്തു അവ്വലൽ അംബിയാഇ ഫിൽ ഖൽഖി, സൃഷ്ടിപ്പിൽ പടപ്പിൽ ആദ്യത്തെ നബി ഞാനാണ്. വആഖിറഹും ഫിൽ ബഅസി, നിയോഗം കൊണ്ട് ഒടുവിൽ വന്ന ആള് ഞാനാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹു ആദ്യം എന്താ ഭൂമിയിൽ ലോകത്തുണ്ടാക്കിയത്? അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ തആല ഖലഖ ഖബ്ലൽ അശിയാ, സകല വസ്തുക്കൾക്കും മുമ്പ് അല്ലാഹ് പടച്ചത് നൂറ നബിയിക യാ ജാബിർ, ജാബിറെ നിന്റെ നബിയുടെ ഒളിവാണ്, പ്രകാശമാണ്. ഒരുപാട് ഹദീസ് ഉണ്ട്. ചില ഹദീസൊക്കെ ലഈഫാണ്. ഉള്ളത് പറയുന്നതിന് എന്താ കുഴപ്പം? ലഈഫ് തന്നെയാണ്. പക്ഷേ ഒത്തിരി ഹദീസുകൾ വന്നതുകൊണ്ട് അതിന് സിഹത്തിന്റെ പവർ ഉണ്ട് എന്ന് ഹദീസ് നിരൂപകന്മാർ പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ സംശയത്തിന് മറുപടിയാണ്. ഏ സംശയത്തിന്? അള്ളാന്റെ റസൂല് 1,24,000 നബിമാർക്ക് നേതാവാകുന്നത് എങ്ങനെ എന്നതിനുള്ള വ്യക്തമായ മറുപടിയാണത്. അതുകൊണ്ട് റബീഉൽ അവ്വൽ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണം തന്നെ, ഒരു തർക്കവുമില്ല. അത് ശരി മൗലവി എന്ന വേറൊരു സംശയം. അല്ല, ഈ ജന്മദിനം, ജനനത്തിൽ സന്തോഷിക്കുക എന്നത്, കേക്ക് മുറിക്കുക എന്നതൊക്കെ ഇസ്ലാമിന്റെ കൾച്ചർ അല്ലല്ലോ. ആളുകൾ അറിവില്ലാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. നമ്മൾ അവരെ ആക്ഷേപിക്കൊന്നും വേണ്ട. അറിവില്ലാത്തത് ചോദിക്കണ്ടേ? അറിവില്ലാത്തത് ചോദിച്ചു പഠിക്കണ്ടേ? കേക്ക് മുറിക്കലും ജനനം അനുസ്മരിക്കലും ബർത്ത്ഡേ ആഘോഷിക്കലും ഒക്കെ ഇസ്ലാമിന് അന്യമല്ലേ? അതെ. അങ്ങനെ ബർത്ത്ഡേ ആഘോഷവും ചില രീതികളും അനുഷ്ഠാനങ്ങളൊക്കെ ഇസ്ലാം അംഗീകരിച്ചതൊന്നുമല്ല. ഇവിടെ നടക്കുന്നത് അതൊന്നുമല്ല. സത്യത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവതരിപ്പിക്കാൻ, അവിടത്തെ ആ പരിശുദ്ധമായ ദാത്തിനെ ജനിപ്പിക്കാൻ അല്ലാഹു തീരുമാനിച്ച മാസം, ദിവസം, സമയം, അതിനോടൊരു ഹുബ്ബ്. അവിടെ കേക്ക് മുറിക്കേ അല്ലെങ്കിൽ മദ്യക്കുപ്പി വളമ്പേ, ഇതൊന്നും വേണ്ട. ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി വിനിയോഗിക്കുക. അതിന് കൂലിയുണ്ടോ? കൂലിയുണ്ട്.
ജനനത്തിൽ അള്ളാന്റെ റസൂലിന്റെ ജനനത്തിൽ സന്തോഷിക്കുന്നത് കൂലിയുണ്ടോ? ഉണ്ട്. എവിടെയുള്ളത്? പ്രമാണബദ്ധമാണോ? പ്രമാണബദ്ധമാണ്. ഏത് കിതാബിലുള്ളത്? സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഏതാ ഈ ബുഖാരി? അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാ സ്വഹീഹുൽ ബുഖാരി. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകത്തിന്റെ അവലംബവും പ്രമാണവും ബുഖാരിയാണ്. അങ്ങനത്തെ ബുഖാരിയിലുണ്ട് നബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കുന്നത് കൂലി കിട്ടുന്ന കാര്യമാണ്. എവിടെയുള്ളത്? കിതാബുൻ നിക്കാഹ് എന്ന നിക്കാഹിന്റെ അധ്യായത്തിലുണ്ട്. എത്രാം നമ്പർ ഹദീസിലാണ്? 5101 ഹദീസ്. സ്വഹീഹുൽ ബുഖാരിയിലെ 5101 നമ്പർ ഹദീസ്. എന്താണ് ആ ഹദീസിലുള്ളത്? നബി തങ്ങളുടെ മൂത്താപ്പണ്ടല്ലോ ദുഷ്ടനായ അബൂലഹബ്, ശല്യക്കാരനൻ, കൊടിയ മുശ്രിക്ക്, അള്ളാന്റെ റസൂലിനെ ഉപദ്രവിച്ച ദുഷ്ടൻ അബൂലഹബ്. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം മുഴുവൻ ആ ദുഷ്ടനെ ശകാരിക്കാനും ആക്ഷേപിക്കാനും അയാളുടെ കുടുംബത്തെ വിമർശിക്കാനും വേണ്ടിയാണ് അള്ളാഹു അവതരിപ്പിച്ചത് സൂറത്ത് തബ്ബത്ത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത്ത ലഹബ്. പിന്നെ അവന്റെ ഫാമിലിയെ കുറിച്ച് ഒരു അധ്യായം മുഴുവൻ ആ ദുഷ്ടനെ വിമർശിക്കാൻ അള്ളാഹു ഇറക്കി. ഈ ചങ്ങാതി നരകത്ത് തന്നെ, തർക്കല്ല, ഉറപ്പ, ഖുർആന്റെ നസ്സാണ്. പക്ഷേ ഈ ചങ്ങാതിക്ക് എല്ലാ തിങ്കളാഴ്ചകളിലും നരകത്തിൽ വെച്ച് ശുദ്ധമായ പാനീയം കുടിക്കാൻ കിട്ടും. എവിടേതുള്ളത്? ബുഖാരിയിൽ. എന്താ കാരണം? ബുഖാരി ഇമാം രേഖപ്പെടുത്തുന്നു, സുവൈബത്തുൽ അസ്ലമിയ എന്ന് പേരുള്ള ഭൃത്യപ്പെണ്ണ്, അടിമപ്പെണ്ണ് അബൂലഹബിന്റെ ദാസിപ്പെണ്ണാണ്. ഈ ദാസിപ്പെണ്ണ് യജമാനനായ അബൂലഹബിനോട് വന്ന് പറഞ്ഞു, യജമാനനെ, യാ സയ്യിദി, എന്റെ യജമാനനെ, നിങ്ങളുടെ മരിച്ചുപോയ സഹോദരൻ അബ്ദുള്ളക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. നബിയാണെന്നൊന്നും അറിയില്ല ചങ്ങാതിക്ക്. അപ്പോൾ ആർക്കും അറിയില്ലല്ലോ അല്ലേ? ഈ വാർത്ത കേട്ടപ്പോ സന്തോഷം കൊണ്ട്, തന്റെ സഹോദരൻ അബ്ദുള്ളക്ക് ആൺകുട്ടി ഉണ്ടായോ, സന്തോഷം കൊണ്ട് പറഞ്ഞുപോയി, അന്തിത്വ അലിഖത്തുൻ, നീ സ്വതന്ത്രയാൻ, ഇനി എന്റെ കീഴിൽ അടിമയായി നിൽക്കേണ്ടതില്ല, സ്വതന്ത്രയാണ് നീ. മോചിപ്പിച്ചു കളഞ്ഞു അബൂലഹബ്. ഈ ഒരു പുണ്യം കാരണത്താൽ നരകത്തിൽ ശാശ്വതമായി പാർക്കുന്ന അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചകളിലും നരകത്തിൽ വെച്ച് തന്നെ ശുദ്ധമായ പാനീയം ലഭിക്കുമെന്ന് ഇമാം ബുഖാരി. ബുഖാരിയിലും ചില ഹദീസുകൾ, കെട്ടുകഥകൾ ഉണ്ട്. ഖുർആനിലെ ആയത്തുകളും ചിലത് നിരൂപിക്കേണ്ടതായിട്ട് ഉണ്ട്. ആയിക്കോട്ടെ, യുക്തിവാദികൾക്ക് എന്തും പറയാമല്ലോ. ഇന്ത്യ രാജ്യമാണ്, സ്വാതന്ത്ര്യമുണ്ട്, പറയാം. ഈ ഒരു പൊട്ടക്കിനാവിന്റെ കഥയാണ് ആ പറഞ്ഞത്. പൊന്നാര ചങ്ങാതിമാരെ, പൊട്ടക്കിനാവ് എന്ന് പറഞ്ഞ് യാഥാർത്ഥ്യങ്ങളെ തള്ളിയാൽ പള്ളിയിൽ വാങ്ങ് കൊടുക്കാൻ പറ്റുമോ? ഈ വാങ്ക് കിനാവിലൂടെ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവ് കണ്ടതല്ല, സഹാബത്ത് കിനാവ് കണ്ടതാ. ഒരു സഹാബി കിനാവ് കണ്ടിട്ട് സ്വപ്നം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിസ്കാരത്തിന് ആളെ കൂട്ടുന്നതിലൊരു ചർച്ച വന്നു, ഒരു ഡിസ്കഷൻ വന്നു, ചെണ്ട കൊട്ടാം, വെടിപൊട്ടിക്കാം, പല ചർച്ചയും വന്നു. ഈ ചർച്ച ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് ഒരു സഹാബി കിനാവ് കാണുന്നത്. വാങ്കിന്റെ വചനങ്ങൾ തിരുസവിധത്തിൽ വന്ന് പറഞ്ഞു, കണ്ട കിനാവ് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ഇന്നു തൊട്ടത് തന്നെ സ്ഥാപിക്കണം. മദീന പള്ളിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നിയമിച്ചു വാങ്ങി വിളിക്കാൻ. സ്വപ്നാണ് അടിസ്ഥാനം. ബലിപെരുന്നാളിന്റെ അടിസ്ഥാനം സ്വപ്നമാണ്. ഉദുഹിയത്തിന്റെ അടിസ്ഥാനം സ്വപ്നമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേ. അവിവേകം കൊണ്ട്, അജ്ഞത കൊണ്ട് പറഞ്ഞ് ദീനിൽ നിന്ന് പോലും ഔട്ടാകുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. ഇവിടെ കൂടുതൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതൊക്കെ ശരി തന്നെ മൗലവി, പള്ളിയിൽ വെച്ച് എന്തിനാ ഇതൊക്കെ? അതൊക്കെ വീട്ടിലൊക്കെ ആയിക്കോട്ടെ, സ്റ്റേജുമേലൊക്കെ, പള്ളിയിൽ വെച്ച് ഇത് ചെയ്യാവോ? അള്ളാന്റെ റസൂലിന്റെ അപദാനങ്ങൾ, പ്രകീർത്തനങ്ങൾ പള്ളിയിൽ വെച്ച് അതിന് വല്ല തെളിവുണ്ടോ? തെളിവുണ്ട്. എവിടെ തെളിവുള്ളത്? സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ തെളിവുണ്ട്. തെളിവുണ്ട് എന്ന് മാത്രല്ല, മൗലൂദ് ഓതാനായിട്ട് മദീനത്തെ പള്ളിയിൽ ഒരു സ്റ്റേജ് ഉണ്ടാക്കി. അടച്ചോനെ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യളഉ ലി ഹസ്സാൻ റളിയല്ലാഹു അൻ മിംബറൻ ഫിൽ മസ്ജിദി ഫകാന ഖായിമൻ യഖൂമു അലൈഹി യുഫാഖിറു അൻ റസൂലില്ലാഹ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് കവിയാണ്, വലിയ കവിയാണ്. മനോഹരമായ ആശയ സമ്പുഷ്ടമായ കവിത ആലപിക്കുന്ന ആളാണ് ഹസ്സാൻ റളിയല്ലാഹു അൻ. ഈ സ്വഹാബി വര്യൻ
അദ്ദേഹത്തിന് നബി തങ്ങളെ വർണ്ണിച്ചു പാടാനായിട്ട്, അവിടത്തെ പ്രകീർത്തനങ്ങൾ ആലപിക്കാനായിട്ട്, പുണ്യ നബിയെ വർണ്ണിച്ച് പറയാനും അതുപോലെ പാടാനും വേണ്ടിയിട്ട് ഒരു മിമ്പർ സ്റ്റേജ് മദീന പള്ളിയിൽ സജ്ജീകരിച്ചു. സ്വഹീഹുൽ ബുഖാരി, തുർമുദി, ഇബ്നു മാജ, അബൂദാവൂദ്, അഹ്മദ് എല്ലാവരും ഉദ്ധരിച്ച ഹദീസാണിത് അല്ലേ. എന്നിട്ടോ മഹാനായ സഹാബി ആ സ്റ്റേജിൽ കയറിയിരുന്നിട്ട് യുഫാഖിറു അൻ റസൂലില്ല, റസൂലിന്റെ മേൽമത്തരങ്ങൾ മഹത്വങ്ങളൊക്കെ ഇങ്ങനെ പാടും പറയും. ഗദ്യപദ്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിങ്ങനെ മൗലിദ് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ, അതിന് പ്രതികരിച്ചുകൊണ്ട് ഹറാമാണ്, ഇവിടെ നിസ്കാരത്തിനുള്ളതാണ് പള്ളി പോ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടല്ല. ഇത് കേട്ടിട്ട് ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദുസ് മാ യുഫാഖിറു അൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ വർണ്ണിച്ചു പറയുമ്പോ ഹസ്സാനെ അല്ലാഹു പരിശുദ്ധാത്മാവിനെ കൊണ്ട് ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഹസ്സാൻ അള്ളാഹു കരുത്തു കൊടുത്തിരിക്കുകയാണ്. അള്ളാന്റെ റസൂലിനെ ഉയർത്തി പറയുന്ന നേരം അത്രയും. എന്താണ് ഹസ്സാൻ പറയുന്നത്? തൗഹീദിന്റെ പ്രവാചകൻ, ആദർശത്തിന്റെ പ്രവാചകൻ, സ്വർഗത്തിലേക്ക് നയിക്കുന്ന പ്രവാചകൻ, അതിനെല്ലാം ഉപരി അവിടത്തെ ആകാര ഭംഗിയും ഗ്ലാമറുമൊക്കെ ഹസ്സാന്റെ കവിതകളിലെ ഇതിവൃത്തമായിരുന്നു. وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. ഹസ്സാന്റെ മൗലൂദാത് എന്താണ് പറഞ്ഞത്? നബിയെ, അങ്ങയെപ്പോലത്തൊരു മൊഞ്ചനെ ഒരു പെണ്ണും പെറ്റിട്ടില്ല തങ്ങളെ, അങ്ങയെപ്പോലത്തൊരു ഉത്തമനെ ഒരു കണ്ണും ഇന്നോളം കണ്ടിട്ടുണ്ടാവില്ല നബിയേ. ഇതൊക്കെ പാടുന്നത് അങ്ങ് ഒരു വൈകല്യവുമില്ലാതെ പടക്കപ്പെട്ടവരാണ്. പഠിച്ചോനെ, ഇന്നൊക്കെ അത് പാടിയ വലിയ ശിർക്കാവും. അള്ളാഹു തങ്ങളെ പഠിച്ചത് തങ്ങൾ കരുതിയ മാതിരിയാണ്. നമ്മളെ മൂക്ക് ഇങ്ങനെ ആകണം നമ്മൾ കരുതിയിട്ടായതാണോ? നമ്മുടെ ചെവിയും തലയും ഫിഗറും എനിക്കൊക്കെ ഉള്ള 1.5 കിൻഡൽ വയറും ഇത് ഞാൻ ഇഷ്ടപ്പെട്ടു വന്നതാണോ? അല്ല, നമ്മൾ പറഞ്ഞിട്ട് വന്നോന്നല്ലത്. പക്ഷെ തങ്ങളെ അങ്ങനെയല്ല, എങ്ങനെയാണോ ആഗ്രഹിച്ചത് അങ്ങനെയാണ് അള്ളാഹു അങ്ങയെ പഠിച്ചത്. ധാരാ പാടുന്നത് മഹാനായ സ്വഹാബി വര്യൻ. ഇതിന് അംഗീകാരം കൊടുക്കുകയാണ് അല്ലേ. നിഗാഹോ ഇഷ്കോ മസ്തി മേ വഹി അവൽ വഹി ആഖിർ. വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത് അള്ളാന്റെ ഷിയാർ തന്നെയാണ്. അള്ളാന്റെ ഷിയാർ എന്ന് പറഞ്ഞാല് അള്ളാഹുവിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടുവരുന്ന, അള്ളാഹുവിനെ ഓർക്കാൻ വഴിയൊരുക്കുന്നതെന്തും കാലങ്ങളാകട്ടെ.